എന്താണ് ആനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ? ഞാനൊരു ഉദാഹരണത്തിലൂടെ പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നിരുന്നു. അദ്ദേഹത്തിന് മലദ്വാരത്തിൻ്റെ വലതുവശത്തായിട്ട് അല്പം മുകളിൽ അത്യാവശ്യം വലുപ്പമുള്ള പഴുപ്പ് നിറഞ്ഞ ഒരു കുരു അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആയിരുന്നു കംപ്ലൈൻറ്റ്. അത് നമ്മൾ പെരിയ ആനൽ അബ്സസ് എന്ന് പറയും. ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത അസഹനീയമായ വേദന അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമ്മൾ ആ കുരു ഡ്രെയിൻ ചെയ്ത സമയത്ത്, അത് കീറി അതിൽ നിന്നും പഴുപ്പ് ഒഴിവാക്കിയ സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വലിയ അളവിലുള്ള പഴുപ്പാണ് അതിൽ നിന്നും പുറത്തേക്ക് വന്നത്. ഇതിനു മുന്നേ അദ്ദേഹത്തിന് 1-2 പ്രാവശ്യം ഇതുപോലെ ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രത്തോളം പഴുപ്പും വേദനയും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ MRI ഫിസ്റ്റുലോഗ്രാം വന്ന സമയത്ത് അതൊരു ഹൈ ആനൽ ഫിസ്റ്റുല ആയിരുന്നു. നമ്മുടെ ആനൽ കനാലിൽ ചെറിയ പോക്കറ്റ് പോലെ കുഴികളുണ്ട്. ആ കുഴികളെ നമ്മൾ ആനൽ ക്രിപ്സ് എന്ന് പറയും. ഈ ക്രിപ്സിനകത്ത് നമുക്ക് കുറച്ച് ഗ്രന്ഥികളുണ്ട്. അതിനെ നമ്മൾ ആനൽ ഗ്ലാൻഡ്സ് എന്നാണ് പറയുക. ഈ ആനൽ ഗ്ലാൻഡ്സ് നോർമലി എന്താ ചെയ്യാമെന്നറിയോ? നോർമലി ഈ ആനൽ കനാല് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മ്യൂക്കസ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആനൽ ഗ്ലാൻഡ്സിൻ്റെ ഫങ്ഷൻ. എന്നാൽ ഈ ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ആനൽ ഗ്രന്ഥികൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അവിടെ ഒരു പഴുപ്പ് രൂപപ്പെടുകയും ചെയ്യും. ഒരു പഴുപ്പ് ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കില്ല. അതെങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഈ പഴുപ്പ് എന്ത് ചെയ്യും? ചുറ്റുമുള്ള ടിഷ്യൂസിലൂടെ വഴിയുണ്ടാക്കി എങ്ങനെയെങ്കിലും പുറത്തേക്ക് എത്താൻ ശ്രമിക്കും. അതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഒരു തുരങ്കം പോലെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഇത് അവസാനം തൊലിപ്പുറത്തേക്ക് എത്തുകയും ഒരു ഓപ്പണിങ്ങിലൂടെ ഈ പഴുപ്പ് പുറത്തേക്ക് വരികയും ചെയ്യുന്നു. അതായത് തൊലിപ്പുറത്ത് മലദ്വാരത്തിൻ്റെ വശങ്ങളിൽ എവിടെയെങ്കിലും, മലദ്വാരത്തിനോട് ചേർന്ന് എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഈ കുരു അല്ലെങ്കിൽ പഴുപ്പ് വരുന്ന ഈ മുറിവിലൂടെ നമ്മൾ തിരികെ സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ നേരെ ആനൽ കനാലിലേക്ക് തന്നെ എത്തും. ഈ തുരങ്കത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ആനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത്. മലദ്വാരത്തിൻ്റെ ചുറ്റും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പഴുപ്പുകൾ നിറഞ്ഞ കുരുകൾ വരുന്നുണ്ടെങ്കിൽ അത് ഫിസ്റ്റുലയാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പഴുപ്പ് നിറയുന്ന സമയത്ത് ടിഷ്യൂസിലുള്ള അവിടെയുള്ള സമ്മർദ്ദം കൂടുകയും പേഷ്യൻറ്റിന് വേദന അനുഭവപ്പെടുകയും ചെയ്യും. ഈ പഴുപ്പ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ആണെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ട് കീറി ഒഴിവാക്കുകയാണെങ്കിലും പഴുപ്പ് പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടുത്തെ സമ്മർദ്ദം കുറയുകയും പേഷ്യൻറ്റിന് ഈ സിംറ്റമാറ്റിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ്, വേദന കുറയുകയും ചെയ്യും. അപ്പോൾ മാറിയെന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ തുരങ്കം അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഇതുപോലെ ഉണ്ടാകും. വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാകും. വീണ്ടും പേഷ്യൻറ്റിന് വേദന ഉണ്ടാകും, പഴുപ്പുണ്ടാകും. ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അത് ഫിസ്റ്റുലയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വരെ. മരുന്ന് കൊണ്ട് മാത്രം നമുക്ക് ഫിസ്റ്റുല സുഖപ്പെടുത്താൻ കഴിയും? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണിത്. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത്, നല്ല വേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് എടുക്കാം, വേദന സംഹാരികൾ കഴിക്കാം, അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാകും. പക്ഷേ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള ഫിസ്റ്റുല ട്രാക്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ മരുന്ന് കൊണ്ട് മാത്രമായിട്ട് സുഖപ്പെടുത്താൻ സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ അവസരങ്ങളിൽ നമ്മൾ ആ ട്രാക്റ്റ് നശിപ്പിക്കുന്ന സർജറികൾ ചെയ്യേണ്ടി വരും. അതുതന്നെ ഫിസ്റ്റുലേൻ്റെ തരം അനുസരിച്ചാണ് നമ്മൾ ഏത് സർജറിയാണ് ചെയ്യാമെന്ന് നിശ്ചയിക്കുന്നത്. ഫിസ്റ്റുല സർജറി ചെയ്യുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്, നമുക്ക് മലം പുറത്തേക്ക് വരുന്നത് നിയന്ത്രിക്കാൻ കഴിയുന്ന സ്ഫിങ്ക്റ്റർ മസിലുകളുണ്ട്. പലപ്പോഴും ഈ മസിലുകൾക്കിടയിലൂടെയാണ് ഈ പറയുന്ന ഫിസ്റ്റുലേൻ്റെ ട്രാക്റ്റ് വരുന്നത്. അപ്പോൾ ഈ മസിലുകൾക്ക് കേടുപാടുകൾ വരാതെ ഈ ട്രാക്റ്റിനെ മുഴുവനായിട്ടും പുറത്തേക്കെടുത്ത് കളയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫീക്കൽ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാകും. മലം വരുമ്പോൾ നമുക്കത് പിടിച്ചു വെക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫിനെ തന്നെ ബാധിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രോഗികൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകാത്ത ലേസർ ചികിത്സാ രീതികളാണ് ഫിസ്റ്റുല ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫിസ്റ്റുല തിരിച്ചു വന്നേക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ സോഷ്യൽ ലൈഫിനെ തന്നെ ബാധിക്കുന്ന, മലം പിടിച്ചു വെക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ സ്ഫിങ്ക്റ്റർ മസിലുകളെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് നേരത്തെ പറഞ്ഞതിനേക്കാളും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഫിസ്റ്റുലയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.